ശ്രീലങ്കയിൽ നിന്ന് ദില്ലി വഴി മലയാള സിനിമയ്ക്ക് ഒരു നായികയെ കിട്ടിയിരിക്കുന്നു. അമർ സിംഗും ഡിംപിൾ കപാഡിയയും അഭിനയിക്കുന്ന ബോംബെ മിഠായി എന്ന സിനിമയിലെ നായിക നീലാംബരി പെരുമാൾ. ശ്രീലങ്കയിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നെങ്കിലും ഇന്ത്യയിലേക്ക് കുടിയേറേണ്ടി വന്ന വരദരാജ പെരുമാളിൻ്റെ മകൾ ഇപ്പോൾ കഷ്ടപ്പെട്ട് മലയാളം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. അച്ഛൻ ശ്രീലങ്കയിലെ വടക്ക് കിഴക്കൻ പ്രവിശ്യയുടെ മുൻ മുഖ്യമന്ത്രി വരദരാജ പെരുമാൾ. അമ്മ ഗൗരി ശ്രീലങ്കൻ തമിഴ് വംശജ. ജനനം ചെന്നൈയിൽ, പഠനം മധ്യപ്രദേശിലും രാജസ്ഥാനിലും, ജീവിതം ദില്ലിയിൽ. ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന സിനിമയിലേക്ക് വഴിതുറന്നതാകട്ടെ ശ്രീലങ്കയുമായി ഏറെ സാമ്യമുള്ള കൊച്ചു മലയാള നാടും. ഇതാണ് നീലാംബരി പെരുമാളിന്റെ ജീവിതകഥ. നൃത്തവും നാടകവും നിയമപഠനവുമായി പോകുമ്പോഴാണ് നീലാംബരി സിനിമയിലേക്ക് എത്തുന്നത്. ഉമർ കരിക്കാട് സംവിധാനം ചെയ്യുന്ന ബോംബെ മിഠായി എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ നീലാംബരി ഇനി ഇതുതന്നെയാകണം തന്റെ ജീവിത വഴി എന്ന ആഗ്രഹത്തിലാണ്. മലയാളത്തിൽ മാത്രമല്ല, മാതൃഭാഷയായ തമിഴിലും പഠിച്ചു വളർന്ന ഹിന്ദിയിലുമെല്ലാം ഒരു കൈ നോക്കണം. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ അമർ സിംഗും ബോളിവുഡിൽ സ്വപ്നറാണിയായിരുന്ന ഡിംപിൾ കപാഡിയുമെല്ലാം ഒന്നിക്കുന്ന ചിത്രമാണ് ബോംബെ മിഠായി. തമിഴ് വംശജയാണെങ്കിലും മലയാള സിനിമകളുടെ കടുത്ത ആരാധികയായ അമ്മയ്ക്കാണ് ഈ തുടക്കത്തിൽ നീലാംബരിയേക്കാൾ സന്തോഷം. It doesn't come in everybody's way that some movie, Malayalam movie, that too a Malayalam movie would come. And the other thing is, my mom always is she's very fond of Malayalam movies, and every time she would watch Malayalam movie, she would say, "Oh, this is how our city would look like, and this is how Jaffna city is, and this is how it is." So she tried to picturize Sri Lanka and show to her children through Malayalam movies, because the place and the people lifestyle and all, it's very similar. Even the food is very similar. ഗുരുവായൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും വീണ് കിട്ടിയ ഇടവേളയിൽ ദില്ലിയിലേക്ക് എത്തിയ നീലാംബരി കൂട്ടുകാർക്കിടയിൽ ഇപ്പോൾ തന്നെ ഒരു സ്റ്റാറായി മാറിക്കഴിഞ്ഞു. അമർ സിംഗും ഡിംപിൾ കപാഡിയുമൊക്കെയുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടത്. Amar Singh sir is in the character all the time, and I have to struggle a lot to get into the character. Working with Dimple Kapadia ma'am was an experience, because I got to learn a lot from her, a lot. The way she handles herself, the way she carries herself in front of everybody. It's elegant. She's an elegant woman. The first time I met her, she looked so elegant. And even working style, the professionalism which I got to learn from her, I would say I'm really lucky to be working with such a great artist. ആദ്യ സിനിമയാണെങ്കിലും അഭിനയം പുതുമയല്ലാത്തതിനാൽ അത്ര പ്രയാസം തോന്നിയിട്ടില്ലെന്നാണ് നീലാംബരി പറയുന്നത്. കഥക് നൃത്തവുമായി ഏറെ വേദികളിലെത്തിയിട്ടുള്ള നീലാംബരി തെരുവ് നാടകങ്ങളിലും സജീവമായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മലയാളം അറിയാത്ത നീലാംബരിയെയും അമർ സിംഗിനെയും ഡിംപിൾ കപാഡിയെയുമൊക്കെ മലയാളം പഠിപ്പിക്കലായിരുന്നു മറ്റുള്ളവരുടെ പ്രധാന പണി. ഒടുവിൽ മലയാളം പഠിച്ചോ എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ: മലയാളം കുറച്ച് അറിയോ, പക്ഷേ തിരിച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ. കേട്ടാ നന്നായി മനസ്സിലാവും. നന്നായി മനസ്സിലായി. അമ്മയ്ക്ക് മലയാളം അറിയില്ലേ? അമ്മയ്ക്ക് നന്നായി മനസ്സിലാവും മലയാളം, but not me. Okay. I'm very bad at Malayalam, but maybe after 2-3 months I will be able to speak in Malayalam. തമിഴ് വംശജനായിരുന്നിട്ടും തമിഴ് പുലികളുടെ ഭീഷണി നേരിട്ട ശ്രീലങ്കൻ രാഷ്ട്രീയ നേതാവായിരുന്നു നീലാംബരിയുടെ അച്ഛൻ വരദരാജ പെരുമാൾ.
മുഖ്യമന്ത്രിയുടെ മകളായി ജനിച്ചെങ്കിലും ഒരിക്കൽ മാത്രമാണ് നീലാംബരി ലങ്ക കണ്ടിട്ടുള്ളത്. പിന്നെ കുടുംബത്തോടൊപ്പം മൗറീഷ്യസിലും ലക്ഷദ്വീപിലും രാജസ്ഥാനിലും ദില്ലിയിലുമൊക്കെയായിരുന്നു. ഒരുതരം ഒളിവ് ജീവിതം തന്നെ. പോകുന്നിടത്തെല്ലാം ഒപ്പം തോക്കുകളുമേന്തി സുരക്ഷാ ഭടന്മാർ. അതുകാരണം സ്കൂളിൽ പോലും കൂട്ടുകാർ കുറവായിരുന്ന ബാല്യം. ശ്രീലങ്കയിലെ ആഭ്യന്തര കുഴപ്പങ്ങളാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തിച്ചതെങ്കിലും ഇനിയും ലങ്കയിലേക്ക് പോകണമെന്നുണ്ട്. ലങ്കക്കാരിയായല്ല, ഇന്ത്യക്കാരിയായി തന്നെ. Once I've been to Sri Lanka and it's a beautiful place, beautiful paradise. And but that time LGT was quite active, terrorism was quite active in Sri Lanka, so we couldn't enjoy much because we were most of the time scared to go anywhere. മലയാളം നന്നായി വഴങ്ങി തുടങ്ങിയിട്ടില്ലെങ്കിലും മലയാള സിനിമകളുടെ ആരാധികയായി മാറിക്കഴിഞ്ഞു നീലാംബരി പെരുമാൾ. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ താരത്തോട് ആർക്കൊപ്പം അഭിനയിക്കാനാണ് ഏറെ ആഗ്രഹമെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല. Mohanlal and Kamal Haasan. Kamal Haasan sir-oda act பண்றதுக்கு எனக்கு opportunity கிடைச்சா that will be my dream come true. And I have grown up the movies பார்த்து நான் அப்படியே நான் ஆக்டிங் பண்ணுறதுக்கு நான் அவ்வளோ என்ன மிரருக்கு முன்னாடி நான் ட்ரை பண்ணியிருக்கிறேன். ஸோ பிகாஸ் ஆஃப் தேட் if I will even meet him, I will be like shocked. Oh my God, is it really happening? That is how I am. But other actors in Bollywood, I would like to work with Amitabh Bachchan and Shah Rukh Khan. മലയാളത്തോടും മലയാള സിനിമയോടും ഇത്ര അടുപ്പം തോന്നാൻ തന്റെ പേരും ഒരു കാരണമായെന്നാണ് നീലാംബരി പറയുന്നത്. Yeah, there's one novel, Nashtapatta Neelambari, right? Yeah, I came to know through my production unit because they used to call me Kashtapatta Neelambari because I had difficult time learning Malayalam there. സിനിമയിൽ എത്ര സജീവമായാലും ഗ്ലാമർ റോളുകൾ ചെയ്താലും സ്വന്തം കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാവുന്ന സിനിമകൾക്കേ ഉള്ളൂവെന്ന് ഉറച്ച തീരുമാനത്തിലാണ് ഈ നായിക. മലയാള സിനിമയ്ക്ക് പറ്റിയ മുഖശ്രീയും ആരുടെയും മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന പൊട്ടിച്ചിരിയുമായി നീലാംബരി തുടരുകയാണ്. ലങ്കയിൽ നിന്ന് ദില്ലി വഴി കേരളത്തിലേക്കും ഇനി കോളിവുഡിലേക്കും ബോളിവുഡിലേക്കുമൊക്കെ.